കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ 2 സ്ഥാനാർത്ഥികളാണ് UDF-നുള്ളത്. ഒന്ന് മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവ് രാധയും മറ്റൊരാൾ അനിത അനീഷുമാണ്. അനിതയാണ് പാർട്ടി നേതൃത്വം നേരത്തെ തീരുമാനിച്ചത്, പക്ഷേ പിന്നീട് അത് മാറ്റുകയായിരുന്നു. അനിത 24-നൊപ്പം ചേരുകയാണ്. മത്സരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്, മുന്നോട്ട് പോകാൻ തന്നെയാണ്. എന്താ പറയുക, മുന്നോട്ട് വെച്ച കാലം ഇനി പിന്നോട്ട് വയ്ക്കുന്നില്ല. എനിക്ക് തോന്നി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കുന്നില്ല എന്ന്, അതെൻ്റെ തീരുമാനം. നേരത്തെ നേതൃത്വം ഉറപ്പ് നൽകി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ വേളയിലാണ് മറ്റൊരു സ്ഥാനാർത്ഥി കൂടെ വന്നിരിക്കുന്നത്. അതെ, മറ്റൊരു സ്ഥാനാർത്ഥി എപ്പോൾ വന്നു നമുക്കറിയില്ല. ഈ ഒരു സമയത്ത് ഞാൻ അറിയുന്ന, അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരിൻ്റെ പുറകെ ഉണ്ട് എന്നുള്ളത്. വേറെ 2-3 സ്ഥാനാർത്ഥിയുടെ പേരൊക്കെയാണ് പുറത്തേക്ക് വന്നിരുന്നത്. അവരൊക്കെ പിന്മാറി. പിന്നെയാണ് ഇവരെ പേര് ലാസ്റ്റ് ഈ ഒരു ഇതിൽ എനിക്ക് സ്ഥാനം തന്നു. നമ്മുടെ നേതാവ് വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് പ്രവർത്തനം തുടങ്ങുക എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വീട്ടിൽ ഒരു മരണമൊക്കെ നടന്ന്, അമ്മയുടെ മരണമൊക്കെ നടന്ന് അതിൻ്റെയൊക്കെ ക്ഷീണവും കാര്യങ്ങളാണ്. അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴാണ് 1:30 കേൾക്കുന്നത്, നിങ്ങൾ സാധനമൊക്കെ പോയി രാധാ ഹരിദാസ് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആത്മഹത്യാ ശ്രമം DCCക്ക് മുന്നിൽ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സ്ഥാനം പോകാനുള്ള ഇതാണുള്ളത്. പിന്നെ രാവിലെ ഔദ്യോഗികമായിട്ട് അവരെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ DCC ചെയ്തോന്നും അറിയില്ല, KPC തലത്തിലും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ രമ്യ ഹരിദാസ് KPCCൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കൊക്കെ സ്ഥാനം മേലേക്ക് കിട്ടിയില്ല എന്ന് വയ്ക്കും. നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ മേലോട്ട് തരണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ. ഇത് പാർട്ടിയായിരുന്നു ചെയ്യേണ്ടത്. പാർട്ടീനെ പറ്റി എനിക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു 48 മണിക്കൂർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞാലും ഞാൻ മുന്നോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനം എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ അവർ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്, ഓഫർ തന്നിട്ടുണ്ട്. അതിന് ഞാനൊരു വിലയും കൽപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഓഫർ എന്നോട് ചോദിച്ചിട്ടല്ല തന്നത്, എനിക്ക് ചോദിക്കുക വേറൊരാളിലേക്ക് ഇട്ടിട്ട് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഇടുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരാൾ കാര്യം ഒന്നിൽ നിന്ന് പിന്മാറണം, നിങ്ങൾ ആശിച്ചത് നിങ്ങൾക്ക് തരാം. ആശിച്ച സമയം കഴിഞ്ഞു. എന്താ പറയുക, 2.5 കൊല്ലത്തിലപ്പുറമായിരുന്നു അവർ തള്ളിയിരുന്നു. അത് കഴിഞ്ഞു. ആ സമയത്ത് തരികയാണെങ്കിൽ ഓക്കെ, ഞാൻ പറയാമായിരുന്നു. പാർട്ടീനെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി വിരുദ്ധമായി ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നെ പാർട്ടിയാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ ആ പാർട്ടീൻ്റെ കൂടെ ഉണ്ട്. അവർ എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് വോട്ട് ചെയ്യട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ രാധയെ നിയമിച്ചിരിക്കുന്നതും പാർട്ടി തന്നെയാണ്. രാധയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പാർട്ടീൻ്റെ ഗതികേട്, അല്ലാണ്ടെന്ന് പറയാൻ പറ്റും. അത് പാർട്ടീൻ്റെ ഗതികേട്. പാർട്ടിക്ക് എന്താ പറയുക, ആത്മഹത്യാ ശ്രമം നടത്തിയാലും അതുപോലെ പല കാര്യങ്ങൾ കൂടി പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പാർട്ടീൻ്റെ ആ ഒരു ഇത്, അല്ലാതൊന്നുമില്ല എനിക്ക് പറയാം കാര്യത്തിൽ. 48 മണിക്കൂറിനകം പിന്മാറിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് DCC പ്രസിഡന്റിൻ്റെ താക്കീത്. എൻ്റെ സ്ഥാനങ്ങളല്ലേ, ആ സ്ഥാനത്തിന് ഞാൻ നല്ല വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനം പാർട്ടിക്ക് തരാൻ ആഗ്രഹമില്ല, പോയിക്കോട്ടെ, അതിൽ വിഷയമല്ല. എന്നാലും ഞാൻ എൻ്റെ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും, അതിലൊരു മാറ്റമില്ല. താക്കീതും ഭീഷണിയൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും, തിരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് അനിത വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.